പാപത്തിനടിമയായി ജീവിച്ച നാളുകളിൽ, ആലംബഹീനനായി തീർന്ന നാളിൽ, പാപത്തിനടിമയായി ജീവിച്ച നാളുകളിൽ, ആലംബഹീനനായി തീർന്ന നാളിൽ, സ്വർഗരാജ്യത്തിനവകാശിയാക്കുവാൻ നിൻ സ്നേഹം എന്നെയും തേടി വന്നു. സ്വർഗരാജ്യത്തിനവകാശിയാക്കുവാൻ നിൻ സ്നേഹം എന്നെയും തേടി വന്നു. ദൈവം എന്നെ നടത്തുന്ന വഴികളെ ഓർത്താൽ ഹൃദയം നന്ദിയാൽ നിറഞ്ഞിടുന്നു. ആനന്ദമായി, അത്ഭുതമായി, അതിശയമായി അവൻ നടത്തിടുന്നു. ആനന്ദമായി, അത്ഭുതമായി, അതിശയമായി അവൻ നടത്തിടുന്നു. ദൈവം എന്നെ നടത്തുന്ന വഴികളെ ഓർത്താൽ ഹൃദയം നന്ദിയാൽ നിറഞ്ഞിടുന്നു. ദൈവം എന്നെ നടത്തുന്ന വഴികളെ ഓർത്താൽ ഹൃദയം നന്ദിയാൽ നിറഞ്ഞിടുന്നു. ഹല്ലേലൂയ. നന്ദി പിതാവേ, സ്തുതിക്കുന്ന കർത്താവേ, കരുണയുള്ള നാഥാ, സ്വർഗസ്ഥ പിതാവേ, അതിമനോഹരമായ ഈ നല്ല ദിവസത്തിനായിട്ടടിനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അത്ഭുതകരമായി ഉറങ്ങി ഉണരുവാനും കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാനും ഒരു നല്ല ദിവസം കൂടെ ദാനമായി തന്നതോർത്ത് നന്ദി പറയട്ടെ, സ്തോത്രം ചെയ്യട്ടെ. കർത്താവേ, അങ്ങ് എത്ര നല്ലവൻ, എത്ര വലിയവനാ. ഒരു പ്രഭാതം കൂടെ ദാനമായി തന്നല്ലോ. രാത്രികാലം കിടന്നുറങ്ങിയ അനേകായിരങ്ങൾക്ക് ഈ പ്രഭാതത്തിൽ പ്രവേശിപ്പാൻ കഴിയില്ലാതെ ഹല്ലേൽ മരണം വഴിയായി മാറ്റപ്പെട്ടപ്പോൾ അടിയൻ്റെ ജീവിതത്തിലൊരു ദിനം കൂടെ തന്നല്ലോ. നന്ദിയപ്പ, നന്ദി, നന്ദി. അവിടുത്തെ കൃപയ്ക്കായി, കരുണയ്ക്കായി, സ്നേഹത്തിനായി, കരുതലിനായിട്ട് നന്ദിയപ്പ, സ്തോത്രം കർത്താവേ. അപ്പ ഈ സമയം സമ്പൂർണ്ണമായിട്ട് വടിനെ സമർപ്പിക്കുന്നു. എൻ്റെ പ്രാർത്ഥന ചോദിച്ച പ്രിയ മക്കളെ സമർപ്പിക്കട്ടെ. ഈ പ്രാർത്ഥനാ ശബ്ദം കേൾക്കുന്ന ഓരോ മക്കളെയും ഏൽപ്പിക്കട്ടെ. കർത്താവ് ഞങ്ങളുടെ കുടുംബങ്ങളെ തരട്ടെ. കർത്താവ് ഞങ്ങൾക്ക് ദാനമായി തന്നിരിക്കുന്ന ജീവിത പങ്കാളി, ഞങ്ങൾക്ക് ദാനമായി തന്നിരിക്കുന്ന ആണും പെണ്ണുമായ മക്കൾ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി, അവരുടെ ജോലി, അവരുടെ കുടുംബജീവിതം തന്ന കൊച്ചു തലമുറകളെല്ലാം നന്ദിയോടെ സ്തോത്രത്തോടെ സമർപ്പിക്കുന്നു. കർത്താവ് നാടും വീടും വിട്ട് വിദൂരതകളിലൊക്കെ ആയിരിക്കുന്ന, പഠനത്തിന് കടന്നുപോയ, ജോലിക്ക് കടന്നുപോയ ഞങ്ങളുടെ ആ എല്ലാ മക്കളെയും സമർപ്പിക്കുകയാണ്. കർത്താപ്പച്ചൻ്റെ കൃപയിലും കരുണയിലും അവരെ സൂക്ഷിക്കുമാറാകണം. വേണ്ടുന്നതെല്ലാം കൊടുത്ത് പോഷിപ്പിക്കുമാറാകണം. ശത്രുവാരെയും കാണരുതേ, ദുഷ്ടപിശാചാരെയും തുടരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ സമയം ഹല്ലേലൂയ കർത്താവേ, ഞങ്ങളുടെ സമസ്ത ഭാരങ്ങളും അങ്ങയുടെ പാദപീഠത്തിൽ ഏൽപ്പിക്കട്ടെ. റിസൾട്ട് കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കായിട്ട് നന്ദി പറയട്ടെ. നല്ല ജയം കൊടുത്ത് മാനിച്ചാട്ട് കർത്താവേ. തുടർന്നും പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന മക്കളുണ്ട്, വിവിധ കോഴ്സുകൾ പഠിക്കുന്ന മക്കളുണ്ട്. BSc നഴ്സിങ്ങിന്, എഞ്ചിനീയറിംഗ്, മെഡിസിനിന് പഠിക്കുന്നവർ, ഡിഗ്രിക്ക് പഠിക്കുന്നവർ, കർത്താവ് മറ്റ് വിവിധ കോഴ്സുകളിലായിരിക്കുന്നവർ, OIT IELTS പഠിക്കുന്നവർ, ജർമ്മൻ പഠിക്കുന്നവർ, കർത്താവ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരെല്ലാം ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ഹാലലി വിദേശ രാജ്യങ്ങളിൽ കടന്നു പോകാൻ ആഗ്രഹിച്ച് കൊതിയോടെ കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത മക്കൾ, ഇൻ്റർവ്യൂവിനായി കടന്നു പോയവർ, കർത്താവെ നീ അവിടുന്ന് കരങ്ങളിൽ ഏൽപ്പിക്കുക. മെഡിക്കലൊക്കെയും ഫിറ്റായി നിൽക്കുന്ന കുഞ്ഞുങ്ങൾ എല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ തരുന്നു. സ്വർഗത്തിലെ ദൈവം എല്ലാ അത്ഭുതത്തിൻ്റെ വഴിയും വാതിലും തുറന്നു കൊടുത്ത് ഓരോ മക്കളെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. വേണ്ടുന്നെല്ലാം കൊടുത്ത് പോഷിപ്പിക്കണേ അപ്പാ. ആരുടെയും കണ്ണു നനയാൻ സമ്മതിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, വിവാഹപ്രായമായ കുഞ്ഞുങ്ങളെ സമർപ്പിക്കട്ടെ. തക്ക തുണയെ കർത്താവ് ഒരുക്കണമേ. അവരുടെ വിവാഹം നടക്കുവാൻ സഹായിക്കണമേ. വിവാഹത്തിന് മനസ്സിലാതെ നിൽക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവെ, അവരോട് സംസാരിക്കണമേ, ഇടപെടണമേ. അവരുടെ ഭാവിയെക്കുറിച്ചൊരു ബോധം അവർക്ക് കൊടുക്കണമേ. അവരെ ചൊല്ലി ഭാരപ്പെടുന്ന മാതാപിതാക്കളോട് കരുണ കാണിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം. വിവാഹത്തിന് തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങൾ, കുടുംബങ്ങളുണ്ട് കർത്താവെ. സ്വർഗത്തിലെ ദൈവം തൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണേ, അവിടുന്ന് ആശീർവദിക്കണമേ. ഒന്നിനും കുറവുകൂടാതെ കർത്താവ് അവരുടെ വിവാഹത്തിന് വേണ്ടുന്നതെല്ലാം കരുതി ഒരുക്കി കൊടുക്കണമെന്ന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. വിവാഹം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതിമാരുണ്ട്. അപ്പോൾ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുക. തലമുറകളെ നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം കർത്താവെ. ഭവനമില്ലാത്ത മക്കളെ സമർപ്പിക്കുന്നു. എൻ്റെ സ്വർഗത്തിലെ ദൈവം അവർക്ക് ഭവനം നൽകി അനുഗ്രഹിക്കണം. ഭവനത്തിൻ്റെ പണി നടത്തിക്കൊണ്ടിരിക്കുന്ന മക്കളുള്ളവരെ സമർപ്പിക്കുന്നു, സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. ആമേൻ കർത്താവെ. ഭവനത്തിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ചതിൽ പാർക്കുവാനൊക്കെ ഭാഗ്യമൊരുക്കണമെന്നും പ്രാർത്ഥിക്കുന്നപ്പാ. സ്തോത്രം, സ്തോത്രം കർത്താവെ. ദൈവമായ കർത്താവ് ഈ സമയം കടഭാരമുള്ള മക്കളെ സമർപ്പിക്കുന്ന അത് അവരുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർത്തു കൊടുക്കണമേ. എൻ്റെ ദൈവം അവിടുന്ന് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ദോഷവും തട്ടാതെ ഓരോ കുടുംബങ്ങളെയും സഹായിക്കണേ കർത്താവ്. ഹല്ലേലൂയ കർത്താവേ. സ്തോത്രം, 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 സ്തോത്രം കർത്താവ്. വേർപാടിന് ദുഃഖം അനുഭവിക്കുന്നവരെ സമർപ്പിക്കുന്ന സ്വർഗ്ഗം വരെ ആശ്വസിപ്പിക്കണം. അനാഥരെയും വിധവകളെയും ഓർക്കുന്നു. എൻ്റെ കർത്താവ് അവർക്ക് സംരക്ഷകനായിരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ യുവതിവാക്കന്മാരെ സമർപ്പിക്കുന്നു, കൊച്ചു തലമുറകളെ സമർപ്പിക്കുന്നു കർത്താവേ. എൻ്റെ സ്വർഗത്തിലെ ദൈവമേ, വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ സമർപ്പിക്കുന്നു.
എല്ലാവരെയും അനുഗ്രഹിക്കണമേ, സൂക്ഷിക്കണമേ, കൃപയിൽ പൊതിയണമേ, കൂടെയിരിക്കണേ അപ്പാ. സ്തോത്രം സ്തോത്രം കർത്താവേ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഈ സമയം ഹല്ലേലൂയ രോഗികളെ എല്ലാം തിരുമുൻപാകെ സമർപ്പിക്കട്ടെ കർത്താവെ. ആശുപത്രിയിലും ഭവനങ്ങളിലും ആയിരിക്കുന്ന രോഗികളുണ്ട്, ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്നവരുണ്ട്, ഓപ്പറേഷന് തയ്യാറെടുക്കുന്നവരുണ്ട്. ദൈവമേ, ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികളുണ്ട്, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവരുണ്ട്. അപ്പൻ്റെ കരങ്ങളിലോട്ടൊന്ന് തരിക. സ്വർഗത്തിലെ ദൈവം ഒന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. എല്ലാ നന്മയും അനുഗ്രഹം അവരുടെ ജീവിതത്തിൽ കൊടുത്ത് മാനിച്ചെങ്കിൽ പൂർണ്ണ സൗഖ്യം കൊടുക്കാനും കഴിവുള്ള ദൈവം അവിടുന്ന് ആകിയാൽ ഓരോ മക്കളെയും അമ്മേനൊന്ന് തൊടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ സൗഖ്യത്തിൻ്റെ കരമൊന്ന് നീട്ടണമേ അപ്പാ. ആ അൻപാർന്ന കരമൊന്ന് തൊട്ടാൽ മതി, വിടുതലും സൗഖ്യവും ഉണ്ടല്ലോ കർത്താവേ. രോഗികളോട് കരുണ കാണിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ, സ്തോത്രം സ്തോത്രം. കാഴ്ചയും കേൾവിയും ഇല്ലാത്തവർ, ഹല്ലേലൂയ, നടക്കുവാൻ കഴിവില്ലാത്തവർ കർത്താവേ, ഓർമ്മയും ബുദ്ധിയുമില്ലാത്തൊരു കർത്താവേ, സ്തോത്രം സ്തോത്രം കർത്താവേ. എൻ്റെ ദൈവമായ കർത്താവ് കാത്തുകൊള്ളണേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം 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 കർത്താവ്. ദൈവമായ കർത്താവേ, അവിടുത്തെ വിടുതലും സൗഖ്യവും പ്രാപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണം. അനേകരോട് കർത്താവിൻ്റെ സാക്ഷ്യം പ്രസ്താവിപ്പാൻ ആ മക്കളെ സഹായിക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം അപ്പാ. ഹല്ലേലൂയ. എല്ലാ പ്രാർത്ഥന വിഷയത്തെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവരുണ്ട് കർത്താവേ, കാഴ്ചയും കേൾവിയും ഇല്ലാത്തവരുണ്ടപ്പോൾ, ഓർമ്മയില്ലാത്തവരുണ്ട് കർത്താവ്, കൈകാൽക്ക് ബലമില്ലാത്തവരുണ്ട്, നീർക്കെട്ടുകളാൽ വേദനയാൽ ഭാരപ്പെടുന്നവരുണ്ടപ്പോൾ, സ്തോത്രം. തലയ്ക്കകത്തെ വേദനയാൽ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവ്. ഇതിന് കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. സ്വർഗത്തിലെ ദൈവം അവരെ മാനിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഈ സമയത്ത് ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവ്, എല്ലാ പ്രാർത്ഥനയും കർത്താവിൻ്റെ കരങ്ങളിൽ എത്തിരിക്കാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവ്. എല്ലാ നാമത്തിലും മേലായ നാമം യേശുവിൻ്റെ നാമം അത് ഉയരണം, അത് വളരണം. ഹല്ലേലൂയ കർത്താവെ. പ്രത്യേകിച്ച് കടന്നു വരുന്ന ഇലക്ഷനായി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, സ്തോത്രം സ്തോത്രം. എല്ലാം സമാധാനപരമായി നീങ്ങണം, സന്തോഷവും ദൈവസ്നേഹവും കൊണ്ട് നിറയ്ക്കുമാറാകണം. ശത്രു ഞങ്ങളെ കാണരുത്, ദുഷ്ടപിശാച് ഞങ്ങളെ തുടരുതെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ്, ശുശ്രൂഷ വേലകളെയും വേലക്കാരെയും ഓർക്കുന്നു. എൻ്റെ സ്വർഗത്തിലെ ദൈവം ആത്മഭാരത്തോടെ എല്ലാ മക്കളെയും നിർത്തിക്കാട്ടെ. അപ്പൻ്റെ ബലമുള്ള കരങ്ങളിലോട്ട് സമർപ്പിക്കുക കർത്താവേ. സ്തോത്രം. ശുശ്രൂഷ വേലക്കാരെ അനുഗ്രഹിക്കട്ടെ. ദൈവകൃപയിൽ ഓരോ മക്കളെ അനുഗ്രഹിച്ച് നടത്തണം. എല്ലാം പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്നപ്പാ. നീയല്ല ഞങ്ങളെ സഹായിപ്പാൻ മറ്റാരുമില്ലപ്പാ. അങ്ങയുടെ വലിയ കരുതലും സ്നേഹവും അനുഭവിച്ചുകൊണ്ട് സന്തോഷത്തോടെ ജീവിപ്പാൻ ഞങ്ങളെല്ലാം സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൂരത്തും ചാരത്തുമായിരിക്കുന്ന ഓരോ മക്കളെയും ഒരു നിമിഷം കൂടെ പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ കർത്താവ്, സഹായിക്കണമേ, സഹായിക്കണമേ, അനുഗ്രഹിക്കണേ, കൃപയിൽ പൊതിനെ കൂടെയിരിക്കണേ. അത്ഭുതത്തെ എന്ന ദൈവകൃപയ്ക്കായി നന്ദി പറയട്ടെ. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. സ്തോത്രം സ്തോത്രം.